നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിലാണ്. എന്താണ് ഇവിടെ എന്നുള്ളത്? നാട്ടിൽ അബ്രോഡ് നഴ്സിംഗ് പ്രോഗ്രാം നോക്കുന്ന പലരും ഉണ്ടാവും. സോ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഈ ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഈ നഴ്സിംഗ് പ്രോഗ്രാമിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് പ്ലാനിങ് നടക്കുമായിരുന്നു. ഫൈനലി ദ പ്ലാനിങ് ഈസ് ഓവർ. സോ നമ്മുടെ സ്റ്റുഡൻസിന് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, 3rd ഇയർ കഴിയുമ്പോൾ ജർമ്മനി ആൻഡ് പോർച്ചുഗൽ ആൻഡ് ഇൻ കമ്മിങ് മന്ത്സിൽ അവർ നോർവേയുടെ കാര്യം കൂടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ജർമ്മനിയിലും പോർച്ചുഗലിലും നമുക്ക് നഴ്സിംഗ് പ്രോഗ്രാമിൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിന് പോകാൻ പറ്റും. സോ നമ്മുടെ ഈ നഴ്സിംഗ് പ്രോഗ്രാം ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ $3000 ആണ് പെർ ഇയർ ഫീസ് വരുന്നത്. അപ്പോൾ അതൊരു വലിയ പോയിൻ്റാണ്. കാര്യം ഇവിടുത്തെ പല യൂണിവേഴ്സിറ്റീസും $3500, $3800, $4000 വരെയാണ് ഫീസ് വാങ്ങുന്നത്. ഇത്രയും ഫീസ് വാങ്ങി നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനുള്ള വെർത്തായിട്ടുള്ള സ്ഥലത്ത് വന്ന് പഠിക്കണമെന്നില്ലേ? ഉണ്ടാവും. സോ ഇവിടുത്തെ കാര്യങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് നമ്മുടെ പ്ലേസ്മെൻറ്റ് പ്രോഗ്രാംസും അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പും. നമുക്ക് ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റിന്, ഒരു ഇൻ്റർനാഷണൽ നഴ്സിംഗ് സ്റ്റുഡൻറ്റിന് വേണ്ട ഒരു കാര്യമാണ് ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ സംസാരിച്ചത് യൂണിവേഴ്സിറ്റി ലെക്ചറർ, യൂണിവേഴ്സിറ്റി ഈസ് ദ ഡീൻ ഫോർ ദി ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഹിയർ. അപ്പോൾ ഇത്രയും ക്ലാരിഫൈ ചെയ്ത് ഒരു കോഴ്സ് മോഡ്യൂൾ ഇത്രയും നാളത്തെ കംപ്ലീറ്റ് പ്ലാനിങ്ങിലും എക്സിക്യൂഷൻ ചെയ്താണ് നമ്മളിത് നടത്തുന്നത്. അപ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റ് സ്റ്റുഡൻസിനുണ്ടാവും. അപ്പോൾ സെപ്റ്റംബറിൻ്റെയൊക്കെ അഡ്മിഷൻ നോക്കിയിരിക്കുകയല്ലേ, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ നോക്കൂ. അല്ലാതെ കണ്ട ഏജൻസീസിൽ പോയി പറ്റിക്കപ്പെടരുത്. എനിക്കത്രേ പറയാനുള്ളൂ സുഹൃത്തുക്കളെ.